പത്തനംതിട്ടയിൽ 13-കാരിയുടെ വ്യാജ പരാതിയിൽ കൂടൽ പോലീസിനെതിരെ ഗുരുതരാരോപണം. കസ്റ്റഡിയിലെടുത്ത യുവാവാണ് പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന ആരോപണവുമായി ഉന്നയിച്ചത്. കാലിൽ ബൂട്ടിട്ട് ചവിട്ടിയരച്ചു. ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ ആളാണെന്ന് പറഞ്ഞിട്ടും ഉപദ്രവിച്ചു. 3-ാം തീയതി വൈകിട്ട് കസ്റ്റഡിയിലെടുത്ത ശേഷം ഇന്നലെ വൈകിട്ടാണ് വിട്ടയച്ചതെന്നും യുവാവ് പറഞ്ഞു. സഹോദരനെയും ആളുമാറി കസ്റ്റഡിയിലെടുത്തെന്നും യുവാക്കൾ ആരോപിച്ചു. കൂടൽ പോലീസിനെതിരെയാണ് ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത്. 3-ാം തീയതി കസ്റ്റഡിയിലെടുത്ത ശേഷം 4-ാം തീയതിയാണ് 20 വയസ്സുകാരനെ വിട്ടയക്കുന്നത്. ഈ ഘട്ടത്തിൽ പോലീസ് ക്വാർട്ടേഴ്സിൽ വെച്ച് അതിക്രൂരമായി പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീടത് വ്യാജ കേസാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. പക്ഷേ 3-ാം തീയതി കസ്റ്റഡിയിലെടുത്ത ശേഷം ക്വാർട്ടേഴ്സിൽ എത്തിക്കുകയും ചൂരലടക്കം ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് ഈ 20 വയസ്സുകാരൻ പറയുന്നത്. കാൽപാദങ്ങളിൽ തുടരെ അടിച്ചു, മുടിയിൽ പിടിച്ചു വലിക്കുകയും മുഖത്തടിക്കുകയും ചെയ്തു. ചെവിയിലടക്കം പിടിച്ചു വലിക്കുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്ന് ഈ 20 വയസ്സുകാരൻ പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ 20 വയസ്സുകാരൻ ഒരു സഹോദരനുണ്ട്. 28 വയസ്സാണ് അയാൾക്ക് പ്രായം. അയാളെയായിരുന്നു ആദ്യം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ജിമ്മിൽ നിന്നുമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് ഇയാളുടെ പ്രായം തിരിച്ചറിയുകയും സഹോദരനുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അനിയനുണ്ടെന്ന് തിരിച്ചറിയുകയും വീട്ടിലെത്തി ഈ അനിയനായ 20 വയസ്സുകാരനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. എന്തായാലും കൂടൽ പോലീസിനെതിരെ ഉന്നയിക്കപ്പെടുന്നത് ഒരു ഗുരുതരമായ ആരോപണമാണ്. അതിക്രൂരമായ മർദ്ദനം പോലീസ് സ്റ്റേഷനിൽ പോലീസിന്റെ ക്വാർട്ടേഴ്സിൽ എത്തിച്ച് മർദ്ദിച്ചു എന്നാണ് ഈ 20 വയസ്സുകാരൻ പറയുന്നത്. പക്ഷേ ഈ കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം തനിക്കില്ല എന്ന് അയാൾ പോലീസിനോട് ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു. എന്ന് മാത്രമല്ല, ഹൃദ്രോഗിയാണ് ഇദ്ദേഹം. ഒരു 2 വർഷം മുൻപ് ബൈപ്പാസ് സർജറി കഴിഞ്ഞിരുന്ന ആളാണ്. ആദ്യം പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന ഘട്ടത്തിൽ തന്നെ കുടുംബം പോലീസിനോട് പറഞ്ഞിരുന്നതാണ് ഹൃദ്രോഗിയാണ്, ബൈപ്പാസ് സർജറി കഴിഞ്ഞിരുന്ന ആളാണ് എന്നടക്കം പറഞ്ഞെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദയാപൂർവമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, ആവർത്തിച്ച് മർദ്ദനമേറ്റ 20 വയസ്സുകാരൻ പറയുന്നുണ്ട് താൻ ഹൃദ്രോഗിയാണ്, ബൈപ്പാസ് സർജറി കഴിഞ്ഞ ആളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും പോലീസ് മർദ്ദനം അവസാനിപ്പിച്ചില്ല. അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. 6 കുട്ടികളെ അല്ലെങ്കിൽ 6 പേരെ അതിൽ പ്രായപൂർത്തിയാകാത്ത ആളുകളടക്കമാണ് ഈ 6 പേരുള്ളത്. അവരെ ഈ മർദ്ദനമേറ്റ ആൾക്കൊപ്പം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പിന്നീട് ഈ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇതൊരു വ്യാജ കേസ് അല്ലെങ്കിൽ വ്യാജ പോക്സോ കേസാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവരെയെല്ലാം വിടുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ 20 വയസ്സുകാരനേറ്റത് അതിക്രൂരമായ മർദ്ദനമാണ്. എന്തായാലും ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് കുടുംബം.